കോൺഗ്രസിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന കണ്ടെത്തലിൽ പി സരിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ഇതു സംബന്ധിച്ച പ്രസ്താവനയിറക്കിയ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വലിയ അതൃപ്തിയും വിമർശനവും ഒക്കെയായി കെപിസിസിയുടെ ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനറായ പി സരിൻ രംഗത്തെത്തിയത്. ഈ രാഹുൽ മാങ്കൂട്ടത്തലിനെ സ്ഥാനാർത്ഥിയാക്കിയത് പുനഃപരിശോധിക്കണമെന്നായിരുന്നു സരിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതിനു പുറമെ ഗുരുതര പരാമർശങ്ങളും പാർട്ടിക്കെതിരെ പരസ്യമായി തന്നെ വാർത്താസമ്മേളനത്തിൽ സരിൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ സരിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഉടൻ നടപടി വേണ്ട എന്നുള്ള ധാരണയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. കാരണം സരിൻ പുറത്തു പോകണമെങ്കിൽ പോകട്ടെ എന്ന നിലപാടിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സരിൻ ഇന്ന് ഈ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകും, ഇടത് സ്വതന്ത്രനായി പാലക്കാട് മത്സരിക്കുമെന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നത്. ഏതാണ്ട് അത് ഉറപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് സരിനെതിരെ കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം നീങ്ങിയത്. സരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്. കെപിസിസി പ്രസിഡന്റിനു വേണ്ടി എം ലിജു ഇറക്കിയ ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനവും അച്ചടക്ക ലംഘനവുമാണ് സരിൻ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പേരിലാണ് സരിനെതിരെ നടപടി എന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സരിൻ ഇന്നും വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തിരുന്നു. അതിരൂക്ഷ വിമർശനം ഇന്നും വി ഡി സതീശനെതിരെയാണ് പ്രധാനമായും ഇന്ന് ഉന്നയിച്ചത്. പാർട്ടിയെ വി ഡി സതീശൻ ഹൈജാക്ക് ചെയ്തു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ സരിൻ ഉന്നയിച്ചു. മാത്രമല്ല ഇടതുപക്ഷത്തിനൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് സരിൻ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ സരിൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയ ആ സമയത്ത് തന്നെയാണ് കെപിസിസി പ്രസിഡന്റിൻ്റെ റിലീസ് പുറത്തേക്ക് വരുന്നത്. സരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഏതായാലും നടപടി ഉണ്ടായിരിക്കുന്നു. ഇനി സരിന് കൂടുതൽ ഇടത് പാളയത്തിലേക്ക് പോകാം, ഇടത് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള കാര്യങ്ങളുമൊക്കെ തെളിയുകയും ചെയ്തു. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനവും CPM ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ശരി ആന്റണി.